നേരെ നിൽക്കുക ഗിയർ. നമുക്കൊരു 20 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ലോക്കാവല്ലേ? ലോഞ്ച് ചെയ്ത് നോക്കാം. സ്പോർട്സിന് നോർമലിട്ട് സ്പോർട്സിൽ കുറച്ചും കൂടെ എന്നുള്ളത് എന്താണ്? എല്ലെന്നുള്ളതെന്ന് വെച്ചാൽ ലോഡ് ഗിയർ ആണ്. നമുക്ക് അത്യാവശ്യം വണ്ടി ഫുൾ ലോഡൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല തേരിയാണെങ്കിൽ കുറച്ചുകൂടെ വണ്ടിക്ക് റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ തോനെ കിട്ടും. ലോഡ് ഗിയർ എന്നും പറയും, ലീഡ് ഗിയർ എന്നും പറയും. ലീൻ. ടർബോ അല്ലേ? ഇത് ടർബോ ആണ്, CVT ആണത്. നമുക്ക് പിന്നെ ഇതിനകത്ത് 2 ഓട്ടോമാറ്റിക് ഉണ്ട്, AMT ഉണ്ട്, CVT ഉണ്ട്. നമ്മൾ ഓട്ടിക്കുന്ന CVT ആണ്. അതാകുമ്പോൾ 2 ഓപ്ഷൻസിലേ ഉള്ളൂ. ടോട്ടൽ 4 വേരിയന്റാണ്, 5 വേരിയന്റാണ് ഉള്ളത്. അതിൽ AMT RXL തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. RXL, RXT ഓപ്ഷൻ Z. CVT ആകുമ്പോഴത്തേക്ക് നമുക്ക് RXT ഓപ്ഷൻ Z, 2 ഓപ്ഷനിലേ വരത്തുള്ളൂ. നമുക്ക് പ്രൈസ് AMTക്ക് ഓൺ റോഡ് ഒരു 859 സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് മോഡലോട്ട്. ഓടിക്കുന്ന RXZ CVT ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇത് നമ്മളിപ്പോൾ ഓടിക്കുന്ന 23 മോഡലാണ്. 24-ൽ ഇന്റീരിയറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സീറ്റിന്റെ ഒരു ഫാബ്രിക്കിനകത്ത് വ്യത്യാസമുണ്ട്. ഓട്ടോ ഡിമ്മിങ് IRVMs വരും. പിന്നെ ഇതൊക്കെ ഒരു സിൽവർ ഫിനിഷ് വരും. 24-ൽ ഇന്റീരിയറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എക്സ്റ്റീരിയറിൽ ചേഞ്ച് ഒന്നുമില്ല. നമ്മുടെ റെഡ് ക്യാപ്പിൽ ബ്രേക്ക് പാഡ് ഇല്ലേ, അത് റെഡ് ആവും. കാലിപ്പേഴ്സ് റെഡ് ആവും, ഫ്രണ്ട് 2. ടർബോയിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് എക്സ് ഷോറൂം അല്ലായിരുന്നോ? എക്സ് ഷോറൂം 7,09,000 തൊട്ടാണ് AMT സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് ഒരു 859 ആണ് സ്റ്റാർട്ടിംഗ് മോഡൽ AMT. ഫുൾ ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഒരു 11-14 വരും ഓൺ റോഡ്. അതിൽ നിന്ന് ഓഫേഴ്സും വരും. CVT ആകുമ്പോൾ 13-44 വരും സിംഗിൾ ടോണിന്. 13-72 വരും. അതിൽ നിന്ന് ഓഫേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് 23 മോഡൽ AMTയും 23 മോഡൽ CVTയും കിടക്കും. അത്യാവശ്യം 23 മോഡൽസിനാണ് ഓഫേഴ്സ് ഉള്ളത്. 23ക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ്, പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് വരും. പിന്നെ അഡീഷണൽ നമുക്ക് സെലക്റ്റഡ് കുറച്ച് വിൻസ് ഉണ്ട്. വിൻസിന് അഡീഷണൽ ഒരു 25,000 കൂടെ TVS എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ടോട്ടല് നോർമൽ ഓഫർ മാത്രം ഒരു 60 രൂപ എടുപ്പിച്ച് കിട്ടും. എല്ലാ വിൻസിനും ഇല്ല, ചില ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വിൻസിന് വരും AMT. അത് കണക്ക് തന്നെ മാനുവലിനും 23 കിടപ്പുണ്ട്. അത് RXT ഓപ്ഷൻ ബ്ലൂ എന്ന് പറഞ്ഞ കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്. അതിന് സിംഗിൾ ടോൺ ആണ്. അതിന് ഏകദേശം ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം ഒരു 60,000 റുപ്പീസ് വരെ, പ്ലസ് കോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് കിട്ടും. എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. ഇത്രയും ഓഫേഴ്സ് അഡീഷണൽ വരും നോർമൽ ഓഫർ കൂടാതെ. സെലക്റ്റഡേ ഉള്ളൂ, എല്ലാ വിൻസിനും ഇല്ല, സെലക്റ്റഡ് വിൻസിന് മാത്രം. വേരിയൻസ് ആണോ അത് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വിൻസ് എന്ന് പറഞ്ഞാൽ ചേസ് നമ്പർ ഇല്ലേ, കുറച്ച് ചേസ് നമ്പേഴ്സിന് മാത്രം. എനിക്ക് തോന്നുന്നു അതൊരു 6 വിന്നാണ് കിടക്കുന്നത്.
അത് ഓൾ കേരള സ്റ്റോക്ക് ആയിരിക്കും, കൊല്ലത്ത് മാത്രമല്ല, ഓൾ കേരള സ്റ്റോക്കാണ്. ഓക്കെ. അത് നമ്മളെ ബുക്കിംഗ് അഗൻസ്റ്റ് തന്നെ വണ്ടി ഓരോ കസ്റ്റമർ പേരിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ. മൈലേജ് ഒക്കെ എങ്ങനെ ക്ലെയിം? മൈലേജ് ടർബോയ്ക്കാണ് മൈലേജ് തോന്നെ പറയുന്നത്, നോർമൽ അപേക്ഷിച്ച്. മാനുവലിന് അറൗണ്ട് ഒരു 20.19 പറയുന്നത്. കസ്റ്റമേഴ്സിന് 20 എബോ കിട്ടുന്നവരും ഉണ്ട്. CVT 19 പറയുന്നത്. നമുക്കൊരു 16-17 വരെയൊക്കെ കിട്ടും. പിന്നെ എക്കോ മോഡി ഓടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വില കൂടുതലായിരിക്കും. നമുക്കൊരു ആവറേജ് സർവീസ് കോസ്റ്റ് ഒരു 44 പൈസയെ വരത്തുള്ളൂ കിലോമീറ്ററിന്. ഇയർലി വൺസേ ഉള്ളൂ സർവീസ്. കേരള എവിടെ വേണമെങ്കിലും സെയിം സ്റ്റോക്ക് തന്നെയാണ്. ഒറ്റ ഡീലർ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വ്യത്യാസങ്ങളുമുണ്ട്. CVT വരുമ്പോൾ പവർ 100 PS ആണ് പവർ വരുന്നത്. മറ്റേതാകുമ്പോൾ AMT 72 PS ആണ്. വണ്ടി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. വ്യത്യാസമാണ്. പിന്നെ ഇതിനകത്ത് ക്രൂയിസ് കൺട്രോൾ വരും, പക്ഷെ AMTക്കകത്ത് അത് വരത്തില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ ടർബോ എന്നൊരു ബാഡ്ജിങ്ങും നമുക്ക് പുറമെ സൈഡിൽ കാണും. പിന്നെ ഫ്രണ്ടിലൊരു സ്കിപ്പ് പ്ലേറ്റും ഉണ്ട്. അത് ടർബോയ്ക്ക് ഫുൾ ഓപ്ഷൻ ഉള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആക്സറീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 1 ലിറ്റർ നോൺ ടർബോയിലല്ലേ AMT വരുന്നത്? നോൺ ടർബോയിൽ AMT വരും, ടർബോയിൽ CVTയിലും വരും. ഈ ഡിസ്പ്ലേ മാറ്റാൻ പറ്റുമോ? അത് ഓരോ മോഡ് മാറുന്നതനുസരിച്ച് ചേഞ്ച് ആവും. പിന്നെ നമുക്ക് വണ്ടിയുടെ മൈലേജ്, ടയർ പ്രഷറിൻ്റെത്, സർവീസ് റിമൈൻഡർ എല്ലാം ഇതിനകത്ത് വരും. ഇതിനകത്ത് പിന്നെ നമുക്ക് ബെസ്റ്റ് കിട്ടിയേക്കുന്ന മൈലേജ് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ബെസ്റ്റ് കിട്ടിയേക്കുന്ന മൈലേജ് ആണ് അത്രയും ലോങ് പോകുമ്പോൾ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ESP, ഹിൽ സ്റ്റാറ്റസ്, കയറ്റത്തൊക്കെ കൊണ്ട് ബ്രേക്ക് നിർത്തി കഴിഞ്ഞാലും ബാക്കിലോട്ട് റോൾഡ് ഔട്ട് ആയി വരത്തില്ല. ഹിൽ ഹോൾഡ് ഹിൽ സ്റ്റാറ്റസിലുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ, ESP എല്ലാം നമ്മൾ ബേസ് തൊട്ടേ കൊടുക്കുന്നുണ്ട്. എയർ ബാഗ് എത്ര വരുന്ന? എയർ ബാഗ് നമുക്ക് RXT തൊട്ട് 4 എയർ ബാഗ്സ് വരും. അതിന്റെ താഴെ AMTക്ക് ഒരു വേരിയന്റ് ഉണ്ട്, RXL, അതിന് ഡ്യുവൽ എയർ ബാഗ് വരത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഈ ആംറസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റെയർ AC വിൻഡ് ഉണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്ക് വരും.
എല്ലാ ഫീച്ചേഴ്സും ഈ സേഫ്റ്റി ഫീച്ചർ എല്ലാം വരും. ടച്ച് സ്ക്രീൻ വരത്തില്ല, നോർമൽ ടൂഡിന്റെ ഒരു സ്റ്റീരിയോ സാധായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഫിനാൻസിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് NRIs നിൽക്കുവാന്നുണ്ടെങ്കിൽ അവരുടെ പേര് തന്നെ വേണമെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും, നാട്ടിൽ ഒരു ഗ്യാരണ്ടർ വെച്ച്. ഓൺ റോഡ് 90 വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സാലറിഡ് 90% ഓൺ റോഡ്, വണ്ടി വില, ഇൻഷുറൻസ്, റോഡ് ടാക്സിന്റെ 90. പിന്നെ അത് 7 year വരെ നമുക്ക് ചെയ്യാം. പിന്നെ സാലറിഡ് കസ്റ്റമേഴ്സിനാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. SBI, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ എല്ലാ ബാങ്കുകളും ഉണ്ട്. സിബിൽ സ്കോർ വെച്ചിട്ടാണ് ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓരോ കസ്റ്റമറിന് ഇത്ര സ്കോർ വെച്ചിട്ടാണ് വരുന്നത്. -1 ആണെങ്കിൽ ഒരു സ്കോർ, 700 to 750 വരെയാണെങ്കിൽ ഒരു സ്കോർ, 800 എബോണെങ്കിൽ ഒരു സ്കോർ. പിന്നെ നമുക്ക് റെനോയ്ക്ക് തന്നെ ഫിനാൻസ് ഉണ്ട്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 750 എബോ സിബിൽ സ്കോർ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ എക്സ് ഷോറൂമിന്റെ 110% വരെ നമുക്ക് ചെയ്യാം. 750 എബോ വേണം, അത്യാവശ്യം ട്രാൻസാക്ഷൻ വേണം, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 3 മോഡൽസിനും ചെയ്യാൻ പറ്റും. പറഞ്ഞെല്ലാം 24 മോഡലിന്റെ പ്രൈസ് ആണ്. 23 സെയിം പ്രൈസ് തന്നെയാണ്, പക്ഷെ ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ആണ്. നമുക്ക് അടുത്ത മാസം ചിലപ്പോൾ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയർ മാർച്ച് കഴിയുമ്പോൾ. ബുക്കിംഗ് എമൗണ്ട് ഒക്കെ എത്ര? ബുക്കിംഗ് നമുക്ക് 11,000 ആണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കസ്റ്റമറുടെ പേരിൽ എൻജിൻ നമ്പർ, ചേസ് നമ്പർ വെച്ചാണ് അലോട്ട് ചെയ്യുന്നത്. അത് തന്നെ അവരുടെ പേര് അലോട്ട് ആവും. നമുക്ക് ലോൺ ആവാൻ ഒരു 2 days ഡോക്യുമെന്റ് എല്ലാം തന്നു കഴിഞ്ഞിട്ട്